Loss of over 93% or over 1 crore individual traders stood at 2 lakh rupees each. According to the SEBI, 93% of individual traders in the derivatives segment lost. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിനെയാണ് അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസ് എന്ന് വിളിക്കുന്നത്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ അല്ലേ, അപ്പോൾ ഈ അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിന്റെ മുകളിലേക്കുള്ള ഇത്രയും സ്ട്രൈക്ക് പ്രൈസസിനെയാണ് നമ്മൾ ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ അറ്റ് ദ മണി ATM എന്നാണ് വിളിക്കുന്നത്. There are two types of options, put options and call options. People who are buying expecting the market will go higher, they buy call option. The people who buy option expecting market to go down, they buy put option. ഓപ്പൺ ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കോൺട്രാക്ട്സിനെ കാണിക്കുന്ന ഒരു നമ്പറാണ്. ഈ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സിന്റെ കേസിലാണെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആയിരിക്കും, ഓപ്ഷൻസിന്റെ കേസിലാണെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്ട്സ് ആയിരിക്കും. സ്ട്രൈക്ക് പ്രൈസ് എന്താണെന്ന് അറിയാം. ഞാൻ ഓൾറെഡി എന്റെ പഴയ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി ഞാൻ പറയാം, എന്താണ് സ്ട്രൈക്ക് പ്രൈസ്. ലൈക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യുടെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് നിഫ്റ്റി 50യുടെ വാല്യൂസിൽ 50 ഇടവിട്ട് വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസുകൾ എന്ന് പറയുന്നത്. ഹായ്, എവർക്കും ട്രാപ്ഡ് മെനുവിന്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നല്ല ഓപ്ഷൻ കോൺട്രാക്റ്റിനെ ബൈ ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആ ബിഗിനറിന്റെ ലെവലിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 5-6 കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് കോൺട്രാക്ട് അല്ലെങ്കിൽ ഏത് ഇൻഡെക്സിനകത്ത് അല്ലെങ്കിൽ ഞാൻ എന്താണ് ബൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പോൾ നിരവധി ആളുകൾ ചെറുപ്പക്കാർ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥിരം കൺഫ്യൂഷനാണ്, ഞാൻ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ വാങ്ങണോ, ഇൻഡെക്സിൻ്റെ ഓപ്ഷൻ വാങ്ങണോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ വാങ്ങണോ, പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഗെയിമാണ്. ഇപ്പോൾ മാക്സിമം നിങ്ങൾ ഇതിനകത്ത് 100-ൽ 95 ആളുകൾ, ഓക്കെ, 100 പേര് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 95 ആളുകളും നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിന് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി 5 പേരിൽ ഏകദേശം 2 പേരുടെ കയ്യിലാണ് ഈ ബാക്കിയുള്ള 3 പേരുടെ പ്രോഫിറ്റിന്റെ 75%. അതൊരു പച്ചയായ ഒരു സത്യമാണ്. ഓക്കെ, നിങ്ങൾ സെബി തന്നെ അല്ലെ NSE പുറത്തുവിട്ട രേഖകളിലൂടെയാണ് ഞാൻ പറഞ്ഞത്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള റിസ്ക് മനസ്സിലാക്കുക. ബട്ട് ഓപ്ഷൻ ബൈയിങ്ങിലൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസും നല്ല ഫോക്കസും ഓക്കെ ഡിസിപ്ലിനും ഉള്ള നല്ലൊരു ആളാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ട്രേഡർ ആകും. ഓപ്ഷൻ ബൈയിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻ ബൈയിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാം. പക്ഷേ കോടികൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ അതിൻ്റെതായ കോടികളുടെ ഒരു മനസ്സുണ്ടായിരിക്കും. കോടിക്ക് വില തുല്യമായിട്ടുള്ള മനസ്സുണ്ടായിരിക്കണം, അത്രയ്ക്ക് തുല്യമായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഇത്രയും ക്യാപിറ്റൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ബൈയിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് നടന്നു പോകും. ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി ഒരു 1000 രൂപ അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. 1000 രൂപ എനിക്ക് കിട്ടണം, അല്ല മാസത്തിൽ എനിക്ക് 30,000 40,000 ഓപ്ഷൻ ബൈ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഇല്ല, ഇതൊന്നും ഒരിക്കലും ഒരു നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഇനി 30,000 കിട്ടിയേ പറ്റുള്ളൂ. 50 രൂപ കിട്ടിയാലും ഓക്കെ എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ എന്താ ചെയ്യുന്നത്, ആളുകൾക്ക് 1000 രൂപ മാസത്തിൽ 2000 രൂപ മാസം കൊടുത്തുകൊണ്ട് അവരുടെ പ്രീമിയം ഗ്രൂപ്പ്സിനകത്ത്, അതായത് അവർ ടിപ്സ് കൊടുക്കുന്ന ഗ്രൂപ്പ്സുകളുണ്ട് ടെലഗ്രാം, വാട്സപ്പിനകത്ത്. അപ്പോൾ അതിനകത്തൊക്കെ ചേരും. അവർ ചേരുന്ന എന്തിനാണ്, അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അങ്ങനെ ചേരുന്നവരാണെങ്കിൽ നിങ്ങൾ വെറും വലിയൊരു ചതിയിലല്ല, വലിയൊരു മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ ആർക്കും ആരെ കൊണ്ടും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആക്കി തരാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, നിങ്ങൾ വലിയ വലിയ കോഴ്സുകൾ വാങ്ങുന്നുണ്ടാവും. 25,000 രൂപ 50,000 രൂപ 1,00,000 രൂപ കൊടുത്ത് കോഴ്സുകൾ വാങ്ങി. ഈ പറയുന്നത് ഞാനാണെങ്കിൽ തന്നെ ഞാനും വാങ്ങിയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ കോഴ്സ്. ഓക്കെ, ആ ഒരു കോഴ്സും ഒരു ഇൻഡിക്കേറ്ററും ഒരു കാര്യം നിങ്ങൾ ഒരു ട്രേഡർ ആക്കാൻ പോകുന്നില്ല. അവർ പഠിച്ച സെറ്റപ്പിലൂടെ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് എമോഷനേക്ക് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ആർത്തിയില്ലാതെ ഇരിക്കുകയാണെങ്കിൽ. ഓക്കെ, എനിക്ക് ഒരു ദിവസം തന്നെ 10,000 രൂപ വേണം, അല്ലെങ്കിൽ ഒരു ദിവസം 25,000 രൂപ വേണം, 1,00,000 രൂപ വേണമെന്ന് വിചാരിച്ചിരുന്നാൽ അതൊന്നും നടക്കില്ല. ബട്ട് നടക്കുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. പേഷ്യൻസോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യം കഴിഞ്ഞുകൂടാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ചാടിക്കേറി ഓപ്ഷൻ ബൈ ചെയ്യാതിരിക്കുക. ചെറുത് ഒരു സിംഗിൾ ലോട്ടിൽ ബൈ ചെയ്ത്, ഓക്കെ, സിംഗിൾ ലോട്ടിൽ ബൈ ചെയ്ത് കണ്ടിന്യൂ അറ്റ്ലീസ്റ്റ് ഒരു 1-2 വർഷമെങ്കിലും സിംഗിൾ ലോട്ടിലോ 2 ലോട്ടിലോ ബൈ ചെയ്ത് നിൽക്കുക. ആ 2 ലോട്ടിലൊക്കെ 1 ലോട്ടിലോ ബൈ ചെയ്ത് ഒരു പേഷ്യൻസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് കണ്ടിന്യൂ മാസങ്ങൾ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾ നല്ലൊരു ക്യാപിറ്റൽ കൊണ്ടുവരിക, മനസ്സിലാക്കിയെടുക്കുക. പിന്നെ അത് രണ്ടാമത്തെ കാര്യം,
ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള ഇൻഡെക്സ് ആയ ബാങ്ക് നിഫ്റ്റിയാണ്. ഓക്കെ, ഞാൻ എന്തെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിക്കകത്ത് നല്ല മൊമെൻറ്റം ഉണ്ട്. അപ്പോൾ എൻ്റെ എഗെയിൻസ്റ്റ് പോയാലും എനിക്ക് എൻ്റെ ഫേവറിൽ വന്നാലും നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിഫ്റ്റി വേണമെങ്കിൽ നിഫ്റ്റി ചൂസ് ചെയ്യാം. വീക്ക്ലി എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആയി. അപ്പോൾ നിങ്ങൾക്ക് സെൻസെക്സ് വേണേൽ സെൻസെക്സ് ചെയ്യാം, ഫിൻ നിഫ്റ്റി വേണേൽ ഫിൻ നിഫ്റ്റി ചെയ്യാം, ബാങ്ക് എക്സ് വേണേൽ ബാങ്ക് എക്സ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം ട്രേഡ് ചെയ്യുക. വർഷങ്ങളോളം മാസങ്ങളോളം ഒരു ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം ട്രേഡ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ബിഹേവിയറും അതെങ്ങനെ മൂവ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ എന്താണ്, അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഒരു ട്രേഡ് വെച്ച് ഒരു ദിവസം എടുക്കാൻ ശ്രമിക്കുക. സിംഗിൾ ട്രേഡ്, ഡെയിലി ട്രേഡ് എടുക്കരുത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഡെയിലി ട്രേഡ് എടുക്കാൻ പാടില്ല. ഡെയിലി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈങ്ങിന് നഷ്ടമേ സംഭവിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, ഓപ്പർച്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, മൊമെൻറ്റം കിട്ടുന്നു. ഒരു ഓപ്ഷൻ പേർക്ക് വേണ്ടത് അതൊരു മൊമെൻറ്റമാണ്. ആ മൊമെൻറ്റം കിട്ടുമ്പോൾ മാത്രം ഓപ്ഷൻ ബൈ ചെയ്യുക, അല്ലാത്ത വട്ടം ഓപ്ഷൻ ബൈ ചെയ്യാൻ പോകാതിരിക്കുക. പിന്നെ രണ്ട് കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏത് ഇൻസ്ട്രുമെൻറ്റ്, അതിൽ ഞാൻ ബാങ്ക് നിഫ്റ്റി സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഏത് ആണോ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. ഡയറക്റ്റ് ഇതിനകത്ത് വരാതിരിക്കുക. ഫസ്റ്റ് ക്യാഷ് മാർക്കറ്റിൽ ട്രൈ ചെയ്യുക. അതായത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ക്യാഷ് മാർക്കറ്റ് സജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് തിരഞ്ഞെടുത്ത്, ഞാൻ തിരഞ്ഞെടുത്ത ബാങ്ക് നിഫ്റ്റിയാണ്. എങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കകത്തെ ഏത് സ്ട്രൈക്ക് പ്രൈസ്, ഇനി വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏത് സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടും. അപ്പം സ്ട്രൈക്ക് പ്രൈസ് ഏതുകളൊക്കെയാണ് അത് നിങ്ങൾക്കറിയാം. ബേസിക്കുള്ള കാര്യങ്ങളെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ATM, OTM, ITM. OTM, ATM, ITM. നമുക്ക് വേണ്ടത് മൊമെൻറ്റം അല്ലേ? ഒരു ഓപ്ഷൻ ബയർക്ക് വേണ്ടത് മൊമെൻറ്റമാണ്. മൊമെൻറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ ടൈം കൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ദൂരം എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ മൂവ്. ഓക്കെ, കൂടുതൽ മൂവിനാണ് കൂടുതൽ ദൂരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കൂടുതൽ മൂവ് കിട്ടുന്നത് ആ മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കും. ഓപ്ഷൻ ബയറിൻ്റെ ഏറ്റവും വലിയ വില്ലൻ ഏതാണ്? തീറ്റ ഡിക്കേ. അപ്പോൾ അധിക സമയം നമ്മൾ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തീറ്റ ഡിക്കേ കൊണ്ട് നമ്മുടെ പ്രീമിയം ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ ഒരു ഓപ്ഷൻ സെല്ലർക്ക്, ഓക്കെ ഓപ്ഷൻ സെല്ലർ ആയിക്കോട്ടെ, നമുക്ക് ഈ കോൺട്രാക്റ്റ് വിൽക്കുന്ന ഒരാൾക്ക് ആ കോൺട്രാക്റ്റിൻ്റെ പൈസ നമ്മൾ ഫുൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് നഷ്ടപ്പെടാനുള്ളത് 100% ആണ്. നമ്മൾ കൊടുക്കുന്ന പ്രീമിയം 100% നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് സ്മാർട്ടായിട്ട് വേണം ഈ ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട്. ഓപ്ഷൻ ബൈ ചെയ്തിട്ടുള്ള സ്മാർട്ടായുള്ള രീതി എങ്ങനെയാണ്? മൊമെൻറ്റത്തിന് മുന്നേ കയറുക, മൊമെൻറ്റം കിട്ടിയ ഉടനെ ഇറങ്ങിപ്പോവുക. ഓക്കെ, മൊമെൻറ്റം കിട്ടിയ ഉടനെ ഇറങ്ങിപ്പോവുക. അപ്പം മൊമെൻറ്റം വരുന്നത് എപ്പോഴാണ്? അതിനനുസരിച്ച് മാത്രം മാർക്കറ്റിൽ എൻട്രി എടുക്കുക. ആ മൊമെൻറ്റം കിട്ടിയതിന് ശേഷം ഇറങ്ങിപ്പോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിസ്ക് റിവാർഡ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്ന കാര്യം. നിങ്ങൾ എത്ര സെറ്റപ്പ് പഠിച്ചോട്ടെ, നിങ്ങൾ എത്ര സ്ട്രാറ്റജി കൊണ്ടുവന്നോട്ടെ, എന്ത് വേണമെങ്കിലും കൊണ്ടുപോകുന്നത്, പക്ഷേ നിങ്ങൾക്ക് നല്ല റിസ്ക് റിവാർഡ് ഇല്ലെങ്കിൽ, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്, നോട്ട് ചെയ്യുക. റിസ്ക് റിവാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ എത്ര രൂപ റിസ്ക് കൊടുക്കാൻ തയ്യാറാണോ, അതിൻ്റെ 3 ഇരട്ടി റിവാർഡ് എടുക്കുക. ഓക്കെ, 3 ഇരട്ടി റിവാർഡ് എടുക്കുക. ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ അവസാനം പറഞ്ഞു തരുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തെ ആ പോയിന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ ഒരു പോയിന്റ് കൊണ്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന 10ൽ 7 ട്രേഡും സക്സസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള സ്മാർട്ടായിട്ടുള്ള രീതി ഞാൻ പറഞ്ഞു. മൊമെന്റം വരുന്നതിന് മുന്നേ കയറുക, മൊമെന്റം കിട്ടിയ ഉടനെ ഇറങ്ങിപ്പോ. ബിക്കോസ് തീറ്റ ഡിക്കേ എന്നുള്ള സാധനം നിങ്ങൾ എത്രത്തോളം നമ്മൾ പ്രീമിയത്തിന്, അതായത് നമ്മൾ വാങ്ങിയ പൊസിഷനെ ഹോൾഡ് ചെയ്യുന്നു, അത്രത്തോളം നമ്മൾ തീറ്റ ഡിക്കേ ആയി പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ITM കോൺട്രാക്റ്റിനെ ബൈ ചെയ്യുക. എന്തുകൊണ്ട് ITM കോൺട്രാക്റ്റിനെ ബൈ ചെയ്യുക? നമ്മൾ മൊമെന്റത്തിനനുസരിച്ച് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഒരു മൊമെന്റം വരുന്നതിന് മുന്നേ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ITM കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് ഫേവറിൽ കൂടുതൽ ഡെൽറ്റ വാല്യൂ കിട്ടാൻ സാധ്യത. അത് ഡെൽറ്റ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫേവറിൽ മൂവ് ആകുകയാണെങ്കിൽ, അത് ആ മൂവ് ഒരു ഫ്യൂച്ചർ ചാർട്ടിൽ ഒരു 100 പോയിന്റ് മൂവ് ആകുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷന്റെ പ്രീമിയം ഏകദേശം ഡെൽറ്റ വാല്യൂ 6-7 ഒക്കെ ഉള്ളതാണെങ്കിൽ, അതായത് ഡീപ്പ് ഇൻ ദ മണിയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ 100-110 പോയിന്റ് മൂവ് ആയെങ്കിൽ 60 രൂപ, 65 രൂപ, 70 രൂപ ഒക്കെ പ്രീമിയം മൂവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഒരു സംശയമാണ്, എനിക്ക് ITM വാങ്ങാനാണെങ്കിൽ 1000 രൂപ കൊടുക്കണം ഒരു ലോട്ടിന്. അതായത് പ്രീമിയം ആ സമയത്ത് 1000 രൂപ, 900 രൂപ, 1100 രൂപ ഒക്കെ ആയിരിക്കും.
ഒരു നല്ലൊരു ഇൻകം മണിക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല, എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുള്ള 50,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് OTM-ൽ പോയി കഴിഞ്ഞാൽ 250 രൂപ 300 രൂപയുടെയൊക്കെ പ്രീമിയമുള്ള OTM-ൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ചൊരു മൂവ് കിട്ടിയാലും മതി. പക്ഷേ എനിക്ക് ചെറിയൊരു 10 രൂപ 20 രൂപ 30 രൂപയുടെ സ്കാൽപ്പ് ചെയ്താലും എനിക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അത് തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. മാർക്കറ്റിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടോ കൂടുതൽ റിസ്ക്കുമുണ്ട്. ഓക്കെ, നിങ്ങളുടെ എഗെയിൻസ്റ്റ് പോകാനായിട്ടായിരിക്കും ഓപ്ഷൻ ബൈങ്ങിൽ സാധ്യത കൂടുതൽ. അപ്പം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ അതും OTM. ആ OTM-നകത്ത് എന്താണ്? ഇൻട്രൻസിക് വാല്യൂ ഇല്ല. അതിനകത്തുള്ളത് വെറും ടൈം വാല്യൂ. അതായത് അതിനകത്ത് മൂവ് തരാനുള്ള സാധനം ഇല്ല. ഓക്കെ, അത് തീർത്തും കുറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ആ OTM ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ നഷ്ടത്തിലേ പോകുള്ളൂ. ഒരു മൂവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയ തന്നെ നിൽക്കുകയാണ്. ഒരു 100-150 പോയിന്റിനകത്ത് തന്നെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര പ്രീമിയം കൊടുത്തതൊക്കെ DK ആയി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി നഷ്ടം. അപ്പം നഷ്ടം വരും. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അത്ര കൂടുതൽ നഷ്ടം വരും. അതുകൊണ്ട് ITM സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇംപ്ലൈഡ് വോളറ്റാലിറ്റി. കൂടുതൽ വോളറ്റാലിറ്റി ഉള്ളതാണെങ്കിൽ കൂടുതൽ പ്രീമിയം നിങ്ങൾക്ക് നൽകേണ്ടി വരും. അപ്പോൾ പ്രീമിയം കൂടുതൽ, അത് IV കൂടുതലുള്ള സമയമാണെങ്കിൽ, ഓക്കെ, വോളറ്റാലിറ്റി കൂടുതലുള്ള സമയമാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ, ഓക്കെ, ആ സമയത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ നിങ്ങൾക്ക് എപ്പോൾ ബൈ ചെയ്യാൻ കിട്ടുന്നോ അപ്പോൾ മാത്രം നിങ്ങൾ ബൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ വോളറ്റിലിനെ കുറിച്ച് ഞാൻ വേറൊരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ആരും നോക്കാറില്ല, അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വേറെ ഒരു രീതിയിലാണ് ആൾക്കാർ നോക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്തിനു നോക്കണം? ഞാൻ ഇത്രയും മുന്നുള്ള മാർക്കറ്റ് വർക്കാവുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? ലിക്വിഡിറ്റി ആൻഡ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സ്റ്റോപ്പ് ലോസസിൻ്റെയും ലിക്വിഡിറ്റിയും വെച്ചിട്ടും കൊണ്ട് മാത്രമാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. റീറ്റെയിലേഴ്സ് ആയിക്കട്ടെ, ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കട്ടെ, ഇവരെല്ലാം സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തെങ്കിൽ മാത്രമേ മാർക്കറ്റിന് അടുത്ത ദിശയിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മാർക്കറ്റിന് മൂവ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്കറ്റിൻ്റെ ജീവവായു എന്ന് പറയുന്ന സാധനമാണ് ലിക്വിഡിറ്റി. അപ്പോൾ ലിക്വിഡിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ലിക്വിഡിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടൂളുകളിൽ ഒന്നാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെ കൂടുതലുണ്ടോ അതിനർത്ഥം എന്താണ്? കൂടുതൽ ആളുകൾ ആ ഏരിയയിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രാപ്പ് എന്തായിരിക്കും? ആ ഏരിയയിലെ സ്റ്റോപ്പ് ലോസ്, ആ ഏരിയയിലെ ലിക്വിഡിറ്റിയെ ഹണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലം, കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള സ്ഥലം. അപ്പോൾ അവിടുത്തെ ട്രാപ്പിനെ മനസ്സിലാക്കിയെടുക്കുക, അവിടുത്തെ ലിക്വിഡിറ്റിയെ ഗ്രാബ് ചെയ്യാമെന്ന് ശ്രമിക്കുക. ലിക്വിഡിറ്റിയെ മനസ്സിലാക്കി ആ ലിക്വിഡിറ്റി എപ്പോൾ ഗ്രാബ് ആകുന്നു അതിനനുസരിച്ച് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നോ ഇൻഡിക്കേറ്റർ. ഒരു ഇൻഡിക്കേറ്റർ നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. ഒരു ഇൻഡിക്കേറ്റർ ഞാൻ സഹായിക്കുന്നില്ല. ബട്ട് സഹായിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, വോളിയം. ഓക്കെ, വോളിയം എന്നൊരു ഇൻഡിക്കേറ്റർ നിങ്ങളെ വളരെ സഹായിക്കുന്ന മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററിൽ ഒന്നാണ് വോളിയം. ഇപ്പം നിങ്ങൾ വോളിയം നോക്കുക. അപ്പോൾ വോളിയം കൊണ്ട് എങ്ങനെയാണ് ആ വോളിയം, അതായത് സപ്പോസ് ഇപ്പോഴത്തെ ഈ സൈഡ് വേസ് മാർക്കറ്റിൽ, ആ മാർക്കറ്റിൽ തീർത്തും വോളിയം ഇല്ല. അത് ചില കുറച്ച് ക്യാൻഡിലുകൾ ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ തീർത്തും കുറഞ്ഞ് ക്യാൻഡിലുകൾ വരുന്നു. പെട്ടെന്നാണ് ഒരു ഡേ ഹൈ അല്ലെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്യണം വലിയ ക്യാൻഡിലോട് കൂടി. ഈ വലിയ ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്യുന്നു, പ്ലസ് അതിനകത്ത് നല്ല വോളിയവും ഉണ്ട്. അപ്പോൾ അതെന്താണ്? അതിന് മുന്നേ വരെ 1, 2, 3 മണിക്കൂറായിട്ട് മാർക്കറ്റ് അങ്ങനെ ചത്തതുപോലെ കിടക്കുന്നു. പക്ഷെ മൊമെൻറ്റം ഇല്ല. പെട്ടെന്നൊരു സ്പൈക്ക് കാണുമ്പോൾ ചിന്തിക്കുക, റീറ്റെയിലേഴ്സ് ആ ഏരിയ കയറും. ബിക്കോസ് അവർ ചിന്തിക്കുന്നത് എന്താണ്? വലിയ വോളിയം വന്നു, വലിയ ക്യാൻഡിൽ വന്നു, ഇനി ആ സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടാവും. നോട്ട് എ ബ്രേക്ക് ഔട്ട്, അത് ട്രാപ്പാണ്. ഓക്കെ, വലിയ വോളിയം അതിനർത്ഥം വലിയ ട്രാപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ട്രാപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി നല്ലൊരു ട്രേഡിനെ എങ്ങനെ എടുക്കാം ഞാൻ ലൈവായിട്ട് ഇഷ്ടംപോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. ടു മെമ്പർഷിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബേസിക് ടു അഡ്വാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും, അതിനകത്ത് വോളിയം, സെക്കൻഡ് വോളിയം ട്രാപ്പ് ഉണ്ട്, മൂന്നാമത് മാസ്റ്റർ ക്ലാസ് ട്രാപ്പ് ട്രേഡിംഗ് ഉണ്ട്. ഇതിനകത്തെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾ ഇതുവരെ ട്രേഡ് ചെയ്ത ഒരു ബിഗിനർ ആണെങ്കിൽ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ഉള്ള ആയിക്കോട്ടെ, നിങ്ങൾ ഇതുവരെ ട്രേഡ് ചെയ്തിട്ടുള്ള പല രീതിയും നിങ്ങൾ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ട്രേഡിങ്ങിലെ ചതിക്കുഴികൾ എങ്ങനെയാണ്, ട്രേഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങളെ ഓവർനൈറ്റ് എങ്ങനെ ഞാൻ കോടീശ്വരനാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസം 50,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഗ്യാരണ്ടീഡ്, അതൊന്നും നടക്കില്ല. അതൊന്നും ആരെക്കൊണ്ടും നടക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.